السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണോ അറിവന്വേഷിച്ചുകൊണ്ടൊരു മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാക്കി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച വാക്ക് ഇൽതമസ എന്നുള്ള വാക്കാണ്. എന്താണ് ഇൽതമസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ധനായ ഒരു വ്യക്തി ഒരു കാര്യം സ്പർശിക്കുമല്ലോ, അതിനാണ് ഇൽതമസ എന്ന് പറയുക. എന്താണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത? ഒരിക്കലും ഒരന്ധൻ വളരെ കഠിനമായ രൂപത്തിൽ എന്ത് ചെയ്യില്ല, ഒരു സാധനം സ്പർശിക്കുകയില്ല. അഥവാ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പരിശ്രമം, നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനുള്ള ചെറിയൊരു പരിശ്രമം ഉണ്ടായാൽ മാത്രം മതി. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിങ്ങൾ പഠിച്ച് വലിയ പണ്ഡിതനാവുകയാണെങ്കിൽ സഹലല്ലാഹു ലഹു എന്നല്ല പറഞ്ഞത്, മറിച്ച് ദീൻ പഠിക്കാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. ആ പ്രവേശനം തന്നെ എന്താണ്, അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നതായി കാണാം, ഒരു വ്യക്തി അദ്ദേഹം എന്താണ്, നടന്നു നീങ്ങുന്ന വേളയിൽ ഒരു ഇൽമിൻ്റെ മജ്ലിസ് കാണുകയാണ്. ആ മജ്ലിസ് കാണുമ്പോൾ അവിടത്തേക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ വേണ്ടി പ്രവേശിച്ച ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹത്തിനും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, അള്ളാഹിൻ്റെ ദീൻ പഠിക്കണം എന്ന നീയത്തിൽ വന്ന ആളുകൾ, അവർക്കുള്ള പ്രതിഫലം എന്തായിരിക്കും? മറ്റേയാൾ എങ്ങനെ വന്നയാളാണ്, എന്താണ് പറയുന്നത് എന്ന് നോക്കാം എന്ന് കരുതി വന്നയാൾക്ക് വരെ റബ്ബ് പുറത്തു കൊടുക്കുമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണം എന്ന് കരുതി വരുന്നയാളുടെ പ്രതിഫലം എത്രയായിരിക്കും? അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്ന ഓരോ മജ്ലിസിലും നമ്മൾ നീയത്തിനെ പുതുക്കിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ഇന്നമൽ അമാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുക അത് നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് എന്ന അർത്ഥം ലഭിക്കും. അതിനാൽ നമ്മൾ ഓരോ ആളുകളും ദീൻ പഠിക്കുന്ന വിഷയത്തിൽ അതിൽ മടി ഉണ്ടാകുന്ന ആളുകളാകാൻ പാടില്ല. മാത്രമല്ല, പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള നീയത്തുകൾ അതുണ്ടാക്കിയെടുക്കണം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമായിരിക്കാം, അബ്ദുൽ മലിക് അൽ മർവാൻ റഹിമഹുല്ലാ, അദ്ദേഹം വലിയ പണ്ഡിതനും വലിയ രാജാവാണ്. അദ്ദേഹം എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ പകുതിയോളം ഭാഗം ഭരിച്ചിരുന്നയാളായിരുന്നു അബ്ദുൽ മലിക് അൽ മർവാൻ റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മക്കയിലേക്ക് വരികയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ധാരാളം സംശയങ്ങളുണ്ട്, ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യമുണ്ട്, ദീനീപരമായ ചോദ്യങ്ങൾ. അദ്ദേഹം മക്കയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുകയാണ്, ഇവിടെയുള്ള വലിയൊരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ മനോഹരമായ രൂപത്തിൽ മറുപടി നൽകും എന്ന് പറയുകയാണ്. അങ്ങനെ രാജാവ് ആ മസ്ജിദിലേക്ക് പോകുമ്പോൾ ആ വലിയ പണ്ഡിതൻ എന്ത് ചെയ്യുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. വലിയ രാജാവാണ് വന്നത് എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തില്ല, ആ നിസ്കാരത്തിൽ നിന്ന് പിന്തിരിയാൻ നോക്കിയില്ല. കാരണം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോടാണ് അദ്ദേഹം മുനാജാത്ത് നടത്തുന്നത്. അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തില്ല,
ആ നിസ്കാരം മുറിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ പണ്ഡിതൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറുത്ത്, അതുപോലെ തന്നെ കണ്ണൊക്കെ കറുത്ത്, വളരെ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാണാൻ കൊള്ളാത്ത ഒരു വ്യക്തി. പക്ഷേ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിനോട് ഓരോ മസ്അലകൾ ചോദിക്കുമ്പോഴും അദ്ദേഹം വളരെ മനോഹരമായ രൂപത്തിൽ അവിടുന്ന് മറുപടി പറയുകയാണ്. ഈ മറുപടികളെല്ലാം കേട്ടതിന് ശേഷം അബ്ദുൽ മലിക് അൽ മർവാൻ റഹിമഹുല്ലാ അദ്ദേഹം കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളോട്, ആരാണ് പറയുന്നത്, ഭൂമിയുടെ പകുതിയോളം ഭാഗം ഭരിച്ച രാജാവ് പറയുന്ന കാര്യം എന്താണ്, അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ രാജ്യങ്ങൾ ഭരിക്കണമെന്നല്ല, അതല്ലെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ രാജഭരണം നടത്തണമെന്നല്ല, അവിടുന്ന് പറയുകയാണ് യാ ബുനയ്യ തഅല്ലുമൽ ഇൽം, അല്ലോ എൻ്റെ കൂടെയുള്ള ആളുകളെ, എൻ്റെ മക്കളെ, നിങ്ങൾ ഇൽമ് പഠിക്കുക. യഅലുൽ അരിഖാഉ ഇലാ മർതബത്തിൽ മുലൂക്ക്, ഒരു അടിമയായ വ്യക്തി രാജപദവിയിലേക്ക് എത്താൻ തന്നെ കാരണമാകുന്ന കാര്യമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ താഴെക്കിടയിൽ നിൽക്കുന്ന ആളുകളെ ഷറഫുള്ളവരാക്കാൻ, ശ്രേഷ്ഠതയുള്ളവരാക്കാൻ ഇൽമ് അതുപകരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് സഹോദരങ്ങളെ ഇദ്ദേഹം ചോദ്യം ചോദിച്ച ആ പണ്ഡിതൻ? നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്ന പണ്ഡിതനായിരിക്കും. അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സീറ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിഫത്ത്, രൂപം, അത് ഈ രൂപത്തിലാണ്, കാണാൻ കൊള്ളാത്ത ഈ ഒരു രൂപത്തിലാണ് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുല്ലാ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുക. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുമ്പോൾ ഇഖ്ലാസ് ഉണ്ടാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മൻ തവാലഅ ലില്ലാഹ്, ആരാണോ റബ്ബിന് വേണ്ടി വിനയം കാണിക്കുന്നത്, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് വിനയം കൂടണം. ആരാണോ റബ്ബിന് വേണ്ടി വിനയം കാണിക്കുന്നത്, റഫഅഹുല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഉയർത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഉയർത്തിയാൽ പിന്നെ ആർക്കാണ് സഹോദരങ്ങളെ നമ്മളെ താത്താൻ സാധിക്കുക? അതിനാൽ ദീൻ പഠിക്കുമ്പോൾ ഇഖ്ലാസ് ഉള്ളവരാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് കാലത്തുള്ള ആളുകൾക്കും ഏത് സമയത്ത് വായിച്ചു കഴിഞ്ഞാലും ഈമാൻ വർദ്ധിക്കാനും ധാരാളം ഉപകാരങ്ങൾ എടുക്കാനും നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അതിൽ വളരെയധികം ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് ഹാദിസത്തുൽ ഇഫ്ക്. ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹാദിസത്തുൽ ഇഫ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാദിസ എന്ന് പറഞ്ഞാൽ സംഭവം എന്നാണ്. ഹദസ, ഹാദിസ എന്ന് പറഞ്ഞാൽ സംഭവം. അൽ ഇഫ്ക് എന്ന് പറഞ്ഞാലോ ആരോപണം, ദുരാരോപണം. ഇപ്പോൾ ദുരാരോപണം നടന്ന സംഭവമാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ സംഭവം? പല ആളുകൾക്കും അറിയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നീ ഉത്ബോധനം നടത്തുക, മുഅ്മിനീങ്ങൾക്ക് ഉത്ബോധനം ഉപകാരപ്പെടും എന്ന അർത്ഥത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വായിക്കാം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരികയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അറാദ അൻ യഖ്റുജ സഫറൻ അഖറഅ ബൈന അസ്വാജിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എവിടത്തേക്കെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അഖറഅ ബൈന അസ്വാജിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഭാര്യമാർക്കിടയിൽ നറുക്കെടുക്കാറാണ് പതിവ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരുണ്ട്. അതിനാൽ തന്നെ അവിടുന്ന് യാത്ര പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നറുക്കെടുക്കാറാണ് പതിവ്. എന്നാൽ താമസത്തിൻ്റെ വിഷയത്തിൽ ഓരോ ആളുകൾക്കും കൃത്യമായ ദിവസങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരാളോടും ഒരു ഭാര്യമാരോടും അനീതി കാണിച്ചതായി കാണാൻ സാധിക്കുകയില്ല. അവിടുത്തെ തന്നെ ഭാര്യമാർ പറഞ്ഞതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഒരു ഭാര്യയെ പോലും അവിടുത്തെ കൈകൊണ്ടടിച്ചിട്ടില്ല. നോക്കൂ സഹോദരങ്ങൾ, ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, ഇതാണ് സലഫിയത്ത്. അവിടുന്ന് പറയുകയാണ്, ഭാര്യമാരാണ് പറയുന്നത്, റസൂലിൻ്റെ ഭാര്യമാർ കൊടുത്ത സർട്ടിഫിക്കറ്റാണത്. അവിടുത്തെ ഭാര്യമാരെ ഒരാളെ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അടിച്ചിട്ടില്ല. ഒരാളോട് പോലും മോശമായ അനീതിയുള്ള രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞു വന്നത്, ഒരു യാത്ര പോകാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നെറുക്കെടുക്കാറാണ് പതിവ്. ഫഅയ്യതുഹുന്ന ഖറജ സഹ്മുഹ, ആർക്കാണോ ആ നെറുക്ക് ലഭിക്കുന്നത് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകും. ഖറജ ബിഹാ മഅഹ ഫഅഖറഅ ബൈനനാ ഫീ ഗസാത്തിൻ ഗസാഹ. അങ്ങനെ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോകാനുള്ള സന്ദർഭമായപ്പോൾ നമുക്കിടയിൽ നറുക്കെടുത്തു. ഫഖറജ സഹ്മി, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്കാണന്ന് ആ അവസരം ലഭിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകാൻ അന്ന് അവസരം ലഭിച്ചത് എനിക്കാണ്. ഫഖറജ്തു മഅഹു ബഅദമാ ഉൻസിലൽ ഹിജാബ്. എപ്പോഴാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുന്നത്? ബഅദമാ ഉൻസിലൽ ഹിജാബ്, ഹിജാബിൻ്റെ ആയത്തിറങ്ങി അതിന് ശേഷമാണ് ആ ഒരു യുദ്ധത്തിന് പോകുന്നത്. ഫഅന ഉഹ്മലു ഫി ഹൗദജ്, ഞാനന്ന് യാത്ര പോയിരുന്നത് ഒട്ടകത്തിൻ്റെ മുകളിൽ കട്ടിലുണ്ടാകും. ആ കട്ടിലിൽ കയറിക്കൊണ്ടാണ് അന്ന് ഞാൻ യാത്ര ചെയ്തത്. വ ഉൻസലു ഫീഹി ഫസിർന ഹത്ത ഇദാ ഫറഗ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗസ്വതിഹി തിൽക്. അങ്ങനെ ആ യാത്ര തുടർന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുദ്ധം അവസാനിച്ചപ്പോൾ വഖഫല വദനൗന മിനൽ മദീന ആദന ലൈലതൻ ബിർറഹീൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് രാത്രി പറഞ്ഞു, നമുക്ക് തിരിച്ചു മടങ്ങാനുള്ള അനുമതി അല്ലെങ്കിൽ ആ സമയമായിരിക്കുന്നു. ഫഖുംതു ഹീന ആദനു ബിർറഹീൽ ഫമശൈതു ഹത്താ ജാവസ്തുൽ ജയ്ഷ് ഫലമ്മാ ഖളൈതു ശഅനി അഖ്ബൽതു ഇലർ റഹീൽ ഫലമസ്തു സദരി. എന്താണ് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ആളുകളോടും അവരുടെ നിത്യവും ചെയ്യേണ്ടതായ ആവശ്യങ്ങൾ, മലമൂത്ര വിസർജനം പോലുള്ള അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ റസൂൽ എല്ലാവർക്കും അനുമതി നൽകി. അവർ ഓരോ ആളുകളും ആ കാര്യം ചെയ്തു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒട്ടകത്തിൻ്റെ അടുക്കലേക്ക് വന്നെങ്കിലും അവിടുന്ന് അവിടുത്തെ നെഞ്ചിലേക്കൊന്ന് തൊട്ടു നോക്കുകയാണ്. ഫലമസ്തു സ്വദരി, ആയിഷ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് നെഞ്ചിലേക്ക് തൊട്ടു നോക്കുമ്പോൾ ഫഇദാ ഇഖ്ദുൽ ലി മിൻ ജസ്ഇ അദ്ഫാരിൻ ഖദ് ഇൻഖതഅ, എൻ്റെ മാല അത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ചെറിയ മാലയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടുന്ന് ഏറ്റവും മിതമായ രൂപത്തിലുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. കുറച്ച് പ്രയാസത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിവായത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഹദീസ്, അവിടുന്ന് പറയുകയാണ്, മാസങ്ങളിങ്ങനെ കഴിഞ്ഞു പോകും, മാസങ്ങൾ ഇതാ കഴിഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ അടുപ്പ് അത് പുകയാറില്ല. നോക്കൂ സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് നമ്മുടെ ഉമ്മമാരും അതുപോലെ തന്നെ നമ്മുടെ സഹാബത്തും ജീവിച്ചിരുന്നത്. അങ്ങനെ ആ ചെറിയൊരു മാല അത് കാണാതെയായി. ഫറജഅതു ഫൽതമസ്തു ഇഖ്ദി ഫഹബസനി ബിതിഗാഉ, അങ്ങനെ ഞാൻ ആ മാലയും തപ്പിക്കൊണ്ട് ആ പ്രദേശത്തേക്ക് തന്നെ പോയി. ഫഅഖ്ബല അല്ലദീന യർഹലൂന ലി ഫഹ്തമലു ഹൗദജി ഫറഹലുഹു അലാ ബഈരി അല്ലദീ കുൻതു അർകബ് വഹും യഹ്സിബൂന അന്നി ഫീഹ്. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒട്ടകക്കട്ടിലിൽ ഉണ്ട് എന്ന് കരുതി ഇവരെ വഹിച്ചിരുന്ന ഒട്ടകവുമായി അവർ യാത്ര ആരംഭിച്ചു. അവർ കരുതിയിരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ആ ഒട്ടകപ്പുറത്ത് കട്ടിലിന്മേൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണ് സഹോദരങ്ങളെ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വകാന النساء إذ ذاك خفافا لم يثقلن ولم يغشهن اللحم وإنما يأكلن العلقة من الطعام. ആ കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾ, സുബ്ഹാനല്ലാഹ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നമ്മൾ വളരെയധികം തടിച്ച സ്ത്രീകളായിരുന്നില്ല, വളരെ മെലിഞ്ഞവരായിരുന്നു. അവരുടെ കാര്യം മാത്രമല്ല, പൊതുവായിട്ടാണ് പറയുന്നത്. നമ്മൾ സ്ത്രീകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള തടിച്ച രൂപത്തിലല്ല, വളരെ മെലിഞ്ഞ രൂപത്തിലാണുള്ളത്. നമ്മൾക്ക് ലഭിക്കുന്ന ഭക്ഷണമോ വളരെ 1-2 ഉരുളകൾ മാത്രമാണ് നമുക്ക് ഭക്ഷണമായി ലഭിക്കാറുള്ളത്. ഇതായിരുന്നു പണ്ട് കാലത്തുള്ള അവസ്ഥ. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്കെന്താണ്, നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുകയാണ്. പക്ഷേ കുഴപ്പം എന്തെന്നാൽ
അതിന് കണക്കായ രൂപത്തിൽ നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖലീലു മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ധാരാളമായി നന്ദി കാണിക്കുന്ന ആളുകൾ, റബ്ബിനോട് ധാരാളമായി നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളം മാത്രമാണ് എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുകയാണ്, ഫലം യസ്തൻകിറിൽ ഖൗമ ഹീന റഫഊഹു സിഖാലൽ ഹൗദജ് ഫഹ്തമലൂഹു വകുൻതു ജാരിയതൻ ഹദീസത സിൻ. ഞാനാവട്ടെ ആ സമയത്ത് ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ചെറിയ പ്രായമാണ് എനിക്കുള്ളത്. 11-12 വയസ്സാണ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് പ്രായം. ചെറിയ പ്രായത്തിലുള്ള ആളായിരുന്നു ഞാൻ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഫബഅസു അൽ ജമല വസാറു ഫവജദ്തു ഇഖ്ദി ബഅദ മസ്തമറ അൽ ജയ്ഷ്. എനിക്ക് എൻ്റെ മാല തിരിച്ചു കിട്ടി. ഫജിഅതു മൻസിലഹും വലൈസ ഫീഹി അഹദ്. ഞാൻ മാല തിരിച്ചു കിട്ടി, എവിടെയായിരുന്നു ഒട്ടകം ഉണ്ടായിരുന്നത് അവിടേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ ഒരാളെയും കാണാനില്ല. ഫലൈസ ഫീഹി അഹദ്, അവിടെ ഒരാളെയും എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, ഫഅമംതു മൻസിലല്ലദീ കുൻതു ബിഹി ഫളനൻതു അന്നഹും സയഫ്ഖിദൂനനി. എന്തായാലും അവർ ഞാനില്ല എന്ന് കരുതി, എവിടെയായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് തന്നെ വരും എന്ന് കരുതി ഞാൻ എവിടെയായിരുന്നോ ഇറങ്ങിയത് അവിടെ തന്നെ കാത്തു നിന്നു. ഫയർജിഊന ഇലയ്യ ഫബൈനന അന ജാലിസത്തുൻ ഗലബത്നി ഐനായ്. ഞാനങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഞാനൊന്ന് മയങ്ങിപ്പോയി. ക്ഷീണമുണ്ട്, ധാരാളം യാത്രയായിരുന്നു. അതിനാൽ തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന നേരത്ത് എൻ്റെ 2 കണ്ണുകളും ഉറക്കമായി, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങി. ഫനിംതു വകാന സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ അസ്സുലമി സുമ്മ ദക്വാനി മിൻ വറാഇൽ ജയ്ഷ്. എന്നാൽ ഈ സംഘത്തിൻ്റെ പിന്നാലെ സഫ്വാൻ റളിയല്ലാഹു അൻ അദ്ദേഹം ഉണ്ടായിരുന്നു. നമുക്കറിയാം, പണ്ട് കാലത്ത് യുദ്ധത്തിൻ്റെ വേളയിൽ മുൻപിൽ ഒരു സംഘം പോകുമെങ്കിലും പിറകിലായി ഒരാൾ എപ്പോഴും ഉണ്ടാകും. എന്തിനു വേണ്ടിയാണത്? യാത്രാ സംഘത്തിൽ നിന്നും വല്ല കാര്യങ്ങളും വീണു പോവുകയോ അതല്ല എങ്കിൽ എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ എങ്കിൽ അവരെന്ത് ചെയ്യും? ഈ ഏറ്റവും പിറകിലുള്ളയാൾ അതൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇവരുടെ കൂടെ കൂടാൻ വേണ്ടി ഏറ്റവും പിറകിൽ ചില ആളുകൾ ഉണ്ടാകും. അന്ന് സഫ്വാൻ ഇബ്നു അൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫഅസ്ബഹ ഇൻദ മൻസിലി ഫറആ സവാദ ഇൻസാനിൻ നായിം. സഫ്വാൻ റളിയല്ലാഹു അൻ അദ്ദേഹം ദൂരെ നിന്നും കാണുകയാണ് ഒരു കറുത്ത വസ്ത്രത്തിൽ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. വകാന യറാനി ഖബ്ലൽ ഹിജാബ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു ആകട്ടെ ഹിജാബിന് മുൻപേ, അഥവാ നമുക്ക് ഹിജാബ് നിർബന്ധമാകുന്നതിന് മുൻപ് എന്നെ കണ്ടിരുന്നു, അവിടുന്ന് എന്നെ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. ഫസ്തൈഖൽതു ബിസ്തിർജാഇഹി ഹീന അനാഖ റാഹിലതിഹി ഫവതിഅ യദഹാ. സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻഹു എന്നെ കണ്ട ഉടനെ പറഞ്ഞ വാക്കെന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഒരു വാക്ക് മാത്രമാണ് അവിടുന്ന് പറഞ്ഞത്. അത് കേട്ട ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഫതഖമ്മർതു വജ്ഹി, ഞാൻ എൻ്റെ മുഖം എൻ്റെ ഖിമാർ കൊണ്ട്, നിഖാബ് കൊണ്ട് മറച്ചു കളയുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷം ഒരിക്കൽ പോലും പിന്നീട് ഹിജാബ് ധരിക്കാതെ നടന്നിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് ഈ അടുത്തുകൂടി ഒരുത്തൻ പറയുന്നതായി കേട്ടിട്ടുണ്ട് ഈ ഹിജാബിൻ്റെ വിഷയത്തിൽ. എന്താണ് പ്രിയപ്പെട്ടവരെ ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത്? എത്രയോ ആയത്തുകളിലും എത്രയോ ഹദീസുകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഹിജാബ് വാജിബാണ് എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. നമുക്കറിയാം അൽ അംറു ലിൽ വുജൂബ്. ഒരു കാര്യം കൽപ്പനാ സ്വരത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എങ്കിൽ അൽ അംറു ലിൽ വുജൂബ്, ആ കൽപ്പന അറിയിക്കുന്നത് നിർബന്ധത്തെയാണ്. നോക്കൂ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ പ്രവൃത്തി തന്നെ അറിയിക്കുന്നത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, എന്താണ് പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കം? ഹിജാബ് ധരിക്കണ്ട എന്നുള്ളതാണോ? ആ രൂപത്തിലാണ് ആളുകൾ കരുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ആ രൂപത്തിലാണ് കാര്യങ്ങൾ അത് പറയുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ ഒന്നെങ്കിൽ നിർബന്ധം, അതല്ലെങ്കിൽ സുന്നത്ത്. മൂന്നാമതായി ഇത് ധരിക്കേണ്ടതില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല, ഒരാൾ പോലും പറഞ്ഞിട്ടില്ല.
ഈ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അത് സുന്നത്താണ് എന്ന് കരുതി അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞത്, കാന സ്വഹാബ യഫ്അലൂന സുന്ന ലിഅന്നഹ സുന്ന. സ്വഹാബത്ത് അവർ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, ഇതിനത്രയും ശ്രേഷ്ഠതയുണ്ട്, അതിനാൽ നമ്മൾ ചെയ്തിരിക്കണം എന്ന് കരുതിയാണ് അവർ സുന്നത്ത് ചെയ്തിരുന്നത്. വലാകിൻ നഹ്നു നത്രുകുഹാ ലിഅന്നഹ സുന്ന. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ലേ, സുന്നത്തായ കാര്യമല്ലേ എന്ന് കരുതി നമ്മളത് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയാണോ സഹോദരങ്ങളെ ചെയ്യേണ്ടത്? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ് എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പെൺമക്കളും ഭാര്യമാരും പുറത്തിറങ്ങുമ്പോൾ നിഖാബ് ധരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ചില ആളുകളുടെ വിചാരം സുന്നത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണ്ട എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അഹ്ലുസുന്ന എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ആരാണോ എൻ്റെ മരണശേഷം ജീവിക്കുന്നത് അവൻ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും. ഫഅലൈക്കും ബി സുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ മാത്രം മതിയോ? വഅല്ലു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളത് അണപ്പല്ലുകൊണ്ട് കടിച്ച് മുറുകെ പിടിക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസ് കേൾക്കുന്ന ഒരുത്തൻ എങ്ങനെയാണ്, ഇനി സുന്നത്താണെന്ന് തന്നെ കരുതുക, എങ്ങനെയാണ് അവനിത് ഉപേക്ഷിക്കാൻ സാധിക്കുക? ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം സുന്നത്താണ് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യമാരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് ധരിച്ചിട്ടാണ് ഇറങ്ങാറുള്ളത്. എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു എന്നാണ്, ഖാലഫ ഫത്വാഹു വ തഖ്വാഹ്, അദ്ദേഹത്തിൻ്റെ തഖ്വയും ഫത്വയും രണ്ടും രണ്ടാണല്ലോ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരാരും ധരിക്കരുത്, ഇത് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല, ഒന്നെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ വാജിബ്. ഇനി ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും പറഞ്ഞ മറ്റൊരു കാര്യം, ഫിത്നയുടെ കാലഘട്ടം അത് നിങ്ങളുടെ മുൻപിൽ വരികയാണെങ്കിൽ എല്ലാ സ്ത്രീകളും മുഖം മറക്കണം എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങൾ, ഈ കാലഘട്ടം ആർക്കാണ് അറിയാത്തത് ഫിത്നയുടേതല്ല എന്നുള്ളത്? ഇപ്പോൾ ഇത് AI വരെ ഇറങ്ങിയപ്പോൾ എന്താണ് അവസ്ഥ? നമ്മൾ ഓരോ ആളുകളും കാണുന്നതാണ്, നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാരുടെയും നമ്മുടെ ഭാര്യമാരുടെയും നമ്മുടെ പെൺമക്കളുടെയും കാര്യം നമ്മൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും എന്ത് ചെയ്യണം? നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ സൊസൈറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ പഴഞ്ചനെന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഖബറിലുണ്ടാവില്ല. നമ്മുടെ അമലുകൾ മാത്രമാണ് നമ്മുടെ ഖബറിൽ ഉണ്ടാകുക. ആരെ തൃപ്തിപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാലും വല്ലാഹി അവരാരും ഉണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണോ ആഗ്രഹിക്കുന്നത്, അവൻ്റെ ദീൻ മുറുകെ പിടിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷിക്കും, സഹായിക്കും. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ ആ സമയത്ത് തന്നെ മുഖം മറച്ചു. എന്നിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒട്ടകത്തെ താഴ്ത്തി തരികയും ഞാനതിൽ ചവിട്ടി കയറുകയും ചെയ്തു. فانطلق يقود بي الراحلة حتى أتينا الجيش بعدما نزلوا معرسين في نهر الظهيرة. അങ്ങനെ സഹോദരങ്ങളെ, ഞാനും സഫ്വാൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഒരു ഉച്ച സമയത്തേക്ക് എത്തി. നോക്കണം പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ റളിയല്ലാഹു അൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാതെ മറ്റൊരക്ഷരം അവിടുന്ന് പറഞ്ഞിട്ടില്ല. അവിടുന്ന് ആ വാക്കല്ലാതെ മറ്റൊരു വാക്ക് പോലും അവിടുന്ന് ഉച്ചരിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കണം നമ്മൾ, അവിടുന്ന് നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, എവിടെയായിരുന്നു, ബാക്കിയുള്ള ആളുകൾ പോയോ, ഭക്ഷണം കഴിച്ചു, ഇങ്ങനെയുള്ള ഒരു സംസാരവും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം റജുലായിരുന്നു, യഥാർത്ഥ പുരുഷനായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ സഹോദരങ്ങൾ, ആവശ്യമില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഒരുത്തിന് യോജിച്ച കാര്യമല്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അന്യ സ്ത്രീകളോട്. എത്ര നല്ലൊരു മാതൃകയാണിത്. അവിടുന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കല്ലാതെ പറഞ്ഞിട്ടില്ല. മറ്റൊരു ഹദീസിൻ്റെ അമലാക്കിയതും നമുക്കിതിൽ കാണാൻ സാധിക്കും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരുവൻ്റെ ഇസ്ലാമിൻ്റെ മേന്മയിൽപ്പെട്ട കാര്യമാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ആ കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. എവിടെ പോയിരുന്നു, എന്തായിരുന്നു സംഭവിച്ചത്, എന്തുപകാരമാണത് ചോദിച്ചതിനെ കൊണ്ടുണ്ടാവുക? അതിനാൽ അവിടുന്ന് ആ ചോദ്യങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് അവരിതാ ഒരു ളുഹയുടെ സമയത്ത് മദീനയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഫഹാലക മൻ ഹലക്.
പക്ഷേ നശിക്കേണ്ട ആളുകളൊക്കെ നമ്മൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് തന്നെ നശിച്ചിട്ടുണ്ട്. എന്താണ് സഹോദരങ്ങളെ കാരണം? വകാന അല്ലദീ തവല്ലൽ ഇഫ്ക അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറയുന്ന മുനാഫിഖീങ്ങളുടെ നേതാവായ അവൻ മദീനയിൽ ചില വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ വാർത്ത? ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയും സഫ്വാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ മോശമായ രൂപത്തിൽ ചില കാര്യങ്ങൾ നടന്നു എന്നത് ഇവൻ മദീനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. ഫഖദിംനൽ മദീനത ഫസ്തകൈതു ബിഹാ ഷഹറ. നമുക്കറിയാം ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമായതിനാൽ തന്നെ അവിടുന്ന് മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ 1 മാസത്തോളം രോഗിയാവുകയാണ്. അവിടുന്ന് 1 മാസത്തോളം രോഗിയാവുകയാണ്. വന്നാസു യുഫീലൂന മിൻ ഖൗലി അസ്ഹാബിൽ ഇഫ്ക്. എന്നാൽ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് അത് നന്നായി നാട്ടിൽ മൊത്തം പ്രചരിച്ചിട്ടുണ്ട്. വയരീബുനി ഫീ വജ്ഇ അന്നി ലാ അറാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ലുത്ഫ അല്ലദീ കുൻതു അറാ മിൻഹു ഹീന അംറദ്. എനിക്ക് സംശയമുണ്ടായ കാര്യം, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷേ എനിക്ക് ചെറിയൊരു സംശയം തോന്നിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് രോഗമുണ്ടായിരുന്ന നേരത്ത് കാണിച്ചിരുന്ന ഒരു അനുകമ്പയുണ്ട്, ഒരു കാരുണ്യമുണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. 1 മാസത്തോളമായി എനിക്ക് രോഗം, പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അനുകമ്പ എന്നോട് കാണിക്കുന്നില്ല. ഇന്നമാ യദ്ഖുലു ഫയുസല്ലിം. എൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കും, എന്നിട്ട് എന്നോട് സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. സുമ്മ യഖൂൽ കൈഫ തീക്കും. നിനക്കെങ്ങനെയുണ്ട്? എന്താണ് നിൻ്റെ അവസ്ഥ? എങ്ങനെ, പനി എങ്ങനെയാണുള്ളത് എന്ന് ചോദിക്കും. ലാ അശ്ഉറു ബിശൈഇൻ മിൻ ദാലിക ഹത്താ നഖഹ്തു വഖറജ്തു അന വ ഉമ്മു മിസ്തഹ് ഖിബലൽ മനാസിഅ. എത്രത്തോളം അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടുപോയി. നമ്മുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റാൻ ആ കാലഘട്ടത്തിൽ നമ്മൾ രാത്രിയിലായിരുന്നു പോകാറ്. നമുക്കറിയാം ആ സമയത്ത് നമ്മൾ ഇന്ന് കാലത്തുള്ളതുപോലെ ശൗചാലയങ്ങളില്ല. പണ്ട് കാലത്ത് എങ്ങനെയാണ്? ദൂരെ വെളിപ്രദേശങ്ങളിൽ പോയിക്കൊണ്ടാണ് കാര്യങ്ങൾ കഴിച്ചു വരാറുള്ളത്. അങ്ങനെ ഉമ്മു മിസ്തഹിനെയും കൂട്ടി നമ്മളിങ്ങനെ നടന്ന് നീങ്ങി. അപ്പോൾ ഉമ്മു മിസ്തഹ് പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് ഉമ്മു മിസ്തഹ് പറഞ്ഞത്? ആര് നശിക്കട്ടെ എന്ന് പറഞ്ഞു? തഈസ മിസ്തഹ്, മിസ്തഹ് നശിക്കട്ടെ എന്ന് ഉമ്മു മിസ്തഹ് പറയുകയാണ്. ആരാണ് ഉമ്മു മിസ്തഹ്? മിസ്തഹിൻ്റെ ഉമ്മ. എന്താണ് പറഞ്ഞത്? തഈസ മിസ്തഹ് നശിക്കട്ടെ എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹാ ബിഅസ മാ ഖുൽതി. ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ ഉമ്മു മിസ്തഹിനോട് പറയുകയാണ്, നിങ്ങൾ എത്ര മോശമായ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്, എന്ത് മോശമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതസുബ്ബീന റജുലൻ ഷഹിദ ബദ്ര. ബദറിൽ പങ്കെടുത്ത ഒരാളെ പറ്റി മോശമായ കാര്യം പറയുകയാണ്. ഇതായിരിക്കണം ഒരു മുഅ്മിൻ്റെ സ്വഭാവം. മറ്റൊരു മുസ്ലിമിനെ കുറിച്ച് ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് 2 പറയാനുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണോ വേണ്ടത്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് കാണിച്ച മര്യാദ നോക്കൂ. സ്വന്തം ഉമ്മാക്ക് മകനെ പറയാൻ അനുവാദമുണ്ട്. ഉമ്മയാണ് മകനെ ചീത്ത പറയുന്നത്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ കാര്യം നോക്കൂ. അതസുബ്ബീന റജുലൻ ഷഹിദ ബദ്ര. ബദറിൽ പങ്കെടുത്ത ഒരു ആളെ നിങ്ങൾ ചീത്ത പറയുകയാണോ എന്ന് പറയണം. ഒരു മുസ്ലിമിനെ കുറിച്ച് ഉണ്ടാകേണ്ട ഹുസ്നുൽ അതാണത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അവസ്ഥ. ഓരോരാളും സ്വന്തത്തോട് ചോദിക്കുക, എന്താണ് മറ്റു നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നമ്മുടെ ചിന്ത എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഫഖാലത്ത് യാ ഹൻത അലം തസ്മഇ മാ ഖാലു. ഉമ്മു മിസ്തഹ് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ, അവരെന്താണ് പറയുന്നത് എന്ന് നീ കേട്ടിട്ടില്ലേ? നീ കേൾക്കുന്നില്ലേ അവരെന്താണ് പറയുന്നത് എന്നുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹയോട് ആര് ചോദിക്കുകയാണ്? ഉമ്മു മിസ്തഹ് ചോദിക്കുകയാണ്. ഫഅഖ്ബർതനി ബിഖൗലി അഹ്ലിൽ ഇഫ്ക്. ആ സമയത്ത് ഉമ്മു മിസ്തഹ് എന്നോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഫസ്ദത്തു മറളൻ അലാ മറളി. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്ക് രോഗത്തിന് മുകളിൽ രോഗം മൂർച്ഛിക്കുകയാണ്, എൻ്റെ രോഗം കഠിനമാവുകയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഫലമ്മാ റജഅതു ഇലാ ബൈതി ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലമ ഫഖാൽ കൈഫ തീകും. ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്.
എന്നോട് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു കൈഫത്തീക്കും, എങ്ങനെയുണ്ട്, പനി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തില്ല. ഫഖുൽതു ഇദൻ ലി ഇലാ അബവയ്യ, റസൂലെ എനിക്ക് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെ അടുക്കലേക്ക് പോകണം, എനിക്ക് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് കാണണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഖാലത്ത് വഅന ഹീനഇദിൻ ഉരീദു അൻ അസ്തൈഖിന അൽ ഖബറ മിൻ ഖിബലിഹിമാ, എൻ്റെ ഉദ്ദേശം എന്താണ്, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം, അവരോട് ചോദിച്ച് കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം എന്ന നിയ്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ വീട്ടിലേക്ക് പോകാൻ അനുമതി ചോദിച്ചപ്പോൾ ഫഅദിന ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് അനുമതി നൽകി. ഫഅതൈതു അബവയ്യ ഫഖുൽതു ലി ഉമ്മി മാ യതഹദ്ദസു ബിഹി നാസ്, ഞാൻ നേരെ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ഉമ്മ അവിടെയുണ്ട്. ഞാൻ ഉമ്മയോട് ചോദിച്ചു, എന്താണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്, എന്താണ് അവർ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, എന്താണ് ഉമ്മ എന്ന് ചോദിച്ചപ്പോൾ ഫഖാലത്ത് യാ ബുനയ്യ ഹവ്വിനി അലാ നഫ്സിക ശഅൻ ഫവല്ലാഹി ലഖല്ലമാ കാനത് ഇംറഅത്തുൻ ഖത്തു വലിഅത്തുൻ ഇൻദ റജുലിൻ യുഹിബ്ബുഹാ വലഹാ ലറായിർ. എന്താണ് പറയുന്നത്, ആർക്കെങ്കിലും ധാരാളം ഭാര്യമാരുണ്ടാവുകയും ആ ഭാര്യയിൽ ഏതെങ്കിലും ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹമുണ്ട് എങ്കിൽ അവരെ പറ്റി ഈ രൂപത്തിൽ ചില മോശമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇല്ല അക്സർന അലൈഹ ഫഖുൽതു സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വലഖദ് യതഹദ്ദസു അന്നാസു ബിഹാദാ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, ജനങ്ങൾ ഇത് പറഞ്ഞ് നടക്കുന്നുണ്ടോ, ഈ രൂപത്തിൽ മോശമായ പ്രചരണം അവർ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഖാലത്ത് ഫബിത്തു തിൽക്കൽ ലൈലത ഹത്താ അസ്ബഹ്തു ലാ യർഖഉ ലി ദംഉൻ വലാ അക്തഹിലു ബിനൗം. അന്ന് രാത്രി ഞാൻ കഴിച്ചു കൂട്ടിയത് എൻ്റെ കണ്ണിൽ നിന്നിതാ തുടരെ തുടരെ കണ്ണുനീർ വരികയാണ്. ആലോചിച്ച് നോക്കണം, ചെറിയ പ്രായമാണ് ആയിഷ റളിയല്ലാഹു അൻഹക്കന്ന്. അവിടുന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ രാത്രി അന്ന് കഴിച്ചു കൂട്ടിയത് എൻ്റെ കണ്ണിൽ നിന്ന് തുടരെ തുടരെ കണ്ണുനീരിങ്ങനെ വരികയാണ്, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, എൻ്റെ കണ്ണൊരു പോള അടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. സുമ്മ അസ്ബഹ്തു ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് വ ഉസാമത്ത് ഇബ്നു സെയ്ദ് ഹീന ഇസ്തൽബസൽ വഹി. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മാസത്തോളം പിന്നീട് വഹിയും വരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകട്ടെ ഒരു മാസക്കാലത്തോളം വഹി വരുന്നില്ല. റസൂൽ എന്ത് ചെയ്തു, അലി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചുകൊണ്ട് യസ്തശീറുഹുമാ ഫി ഫിറാഖി അഹ്ലിഹി, അവിടുത്തെ ഭാര്യയുടെ വിഷയത്തിൽ എന്ത് സംസാരിക്കണം, ഒഴിവാക്കണമോ അതല്ല മറ്റെന്തെങ്കിലും ചെയ്യണമോ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ അവരെ വിളിക്കുകയാണ്. ഫഅമ്മ ഉസാമത്തു ഫഅശാറ അലൈഹി ബില്ലദി യഅലമു ഫീ നഫ്സിഹി മിനൽ വുദ്ദി ലഹും ഫഖാല ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ആയിഷ റളിയല്ലാഹു അൻഹുവിനോടുള്ള റസൂലിൻ്റെ സ്നേഹത്തെപ്പറ്റി നന്നായി അറിയുന്നതാണ്. അവിടുന്ന് പറയുകയാണ്, അഹ്ലുക യാ റസൂലല്ലാഹ് വലാ നഅലമു വല്ലാഹി ഇല്ലാ ഖൈറ, റസൂലേ നിങ്ങളെ കുടുംബത്തെപ്പറ്റി നമുക്ക് നന്മയല്ലാതെ മറ്റൊന്നും അറിയില്ല, അവിടുത്തേക്ക് നല്ല കാര്യമല്ലാതെ നമുക്കറിയില്ല എന്ന് പറയുകയാണ്. വഅമ്മ അലി ഇബ്നു അബി ത്വാലിബ് ഫഖാല യാ റസൂലല്ലാഹ് ലം യുളയ്യിഖില്ലാഹു അലൈക്, റസൂലേ റബ്ബ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരിടുക്കമാക്കിയിട്ടില്ല. വന്നിസാഉ സിവാഹ കസീർ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് പുറമേ ധാരാളം സ്ത്രീകൾ എന്തുണ്ട്, നിങ്ങൾക്ക് വേറെയുമുണ്ട്. ഇതിങ്ങനെ പറയാനുള്ള കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസപ്പെടുന്നത് കണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ സാധിക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രയാസത്തിലാണ്, അവിടുന്ന് പ്രയാസത്തിന് മുകളിൽ പ്രയാസമാണ്. ആലോചിച്ച് നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ എന്നാണ് മറുപടി. അത്രയും സ്നേഹമുള്ള ഭാര്യയെ പറ്റി ഇത് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്ന പ്രയാസം കണ്ട് അലി റളിയല്ലാഹു അൻഹു സമാധാനിപ്പിക്കുകയാണ്. ഇതിനേക്കാളും നല്ല സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളും റസൂലെ അങ്ങേക്കുണ്ടല്ലോ എന്ന് പറയുകയാണ്. വസലിൽ ജാരിയത തസ്ദുഖ്, നിങ്ങളുടെ അടിമ സ്ത്രീയോട് കൂടി ഒന്ന് ചോദിക്കൂ. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബരീറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അടിമ സ്ത്രീയായ ബരീറയെ വിളിച്ചു. ഫഖാല യാ ബരീറ ഹൽ റഅയ്തി ഫീഹാ ഷൈഅൻ യരീബുക്കി, നിനക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യം ആയിഷയിൽ നിന്ന് നീ കണ്ടിട്ടുണ്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടാക്കുന്ന കാര്യം ആയിഷയിൽ നിന്ന് നീ കണ്ടിട്ടുണ്ടോ? ഫഖാലത്ത് ബരീറ ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, റസൂലേ അങ്ങേ സത്യം കൊണ്ട് ആരാണോ അയച്ചവൻ അവൻ തന്നെ സത്യം, അഥവാ അള്ളാഹു തന്നെ സത്യം. ഇൻ റഅയ്തു മിൻഹ അംറൻ
അഗ്മിസുഹു അലൈഹ ഖത്തു അക്സറ മിൻ അന്നഹ ജാരിയത്തുൻ ഹദീസത്തുസ്സിൻ. റസൂലെ, ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണത്. ആയിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായമുള്ള പെൺകുട്ടിയാണ്. തനാമു അനിൽ അജീൻ ഫതഅതി അദ്ദാജിനു ഫതഅകുലു. എന്താണ് പറയുന്നത്? ചെറിയ കുട്ടിയായതിനാൽ തന്നെ ഞാൻ ചില ഭക്ഷണം അവർക്ക് എന്ത് ചെയ്യും, കൊടുക്കും. അവിടുന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ ഉറങ്ങിപ്പോകും. എന്നിട്ട് കോഴികളും അതുപോലെയുള്ള മൃഗങ്ങളും വന്ന് ആ ഭക്ഷണം കഴിക്കും. അത്രയും ചെറിയൊരു പെൺകുട്ടിയാണ്. എനിക്കെന്ത് സംശയമാണ് അവരെ പറ്റിയുള്ളത്? അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള ഒരു പ്രായമല്ല ആയിഷ റളിയല്ലാഹു അൻഹക്ക്. അത്രയും ചെറിയൊരു കുട്ടിയാണ് എന്ന് ബരീറ അവിടുന്ന് പറയുകയാണ്. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ യൗമിഹി ഫസ്തഅദറ മിൻ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഅ്ദുറുനി മിൻ റജുലിൻ ബലഗനി അദാഹു ഫി അഹ്ലി ഫവല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരാണ് എനിക്ക് ഒഴികഴിവ് നൽകുക? എൻ്റെ കുടുംബത്തെ പറ്റി അബ്ദുല്ലാഹി ബിൻ സലൂൽ എന്ന് പറയുന്നവൻ മോശമായ കാര്യം പറഞ്ഞു പരത്തുന്നുണ്ട്. അവൻ്റെ കാര്യം തീരുമാനമാക്കാൻ ആരാണ് എനിക്ക് അനുമതി നൽകുക? എൻ്റെ കുടുംബത്തെ പറ്റി നോക്കണം സഹോദരങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എടുത്തു ചാടി എൻ്റെ കുടുംബം അങ്ങനെ ചെയ്യുകയൊന്നുമില്ല എന്ന രൂപത്തിൽ സംസാരിച്ചില്ല. അവിടുന്ന് ഓരോ ആളുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിലൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആളെ വിളിച്ച് ചോദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു വിളിച്ചു, ഉസാമ റളിയല്ലാഹു അൻഹു വിളിച്ചു, ബരീറയോട് ചോദിച്ചു. എന്താണ് എന്ന് ചോദിച്ചതിന് ശേഷം അവരൊക്കെ നന്മ പറഞ്ഞതിന് ശേഷമാണ് റസൂൽ ഇത് പറയുന്നത്. റസൂലിന് അറിയില്ലേ അബ്ദുല്ലാഹി ബിൻ സലൂൽ മുനാഫിഖാണ് എന്നുള്ളത്? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്വഭാവം ഇങ്ങനെയാണ്. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് പറയാം, വഖദ് ദക്കറു റജുലൻ മാ അലിംതു അലൈഹി ഇല്ലാ ഖൈറ. എൻ്റെ ഭാര്യയോട് ചേർത്തി പറയുന്ന ആ പുരുഷനുണ്ടല്ലോ, അഥവാ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ കുറിച്ചും എനിക്ക് നന്മയല്ലാതെ അറിയില്ല. അതിനുശേഷം പറഞ്ഞ വാക്കാണ്, വമാ കാന യദ്ഖുലു അലാ അഹ്ലി ഇല്ലാ മഈ. എന്നോടൊപ്പം മാത്രമാണ് എൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് അവൻ വരാറുള്ളത്. സഫ്വാൻ റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട അദബ്. ഇന്ന് കാലഘട്ടത്തിൽ ഒരാൾ ഒരു വീട്ടിലേക്ക് പ്രവേശിച്ച് കഴിയുകയാണെങ്കിൽ നേരെ പോവുക എങ്ങോട്ടേക്കാണ്? അടുക്കളയിലേക്കാണ്. ചില പുരുഷന്മാർ അല്ലേ, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും ചില ആളുകൾ. അവർ സ്ത്രീകൾ ഒരുപക്ഷെ അടുക്കളയിൽ അവർ നല്ല രൂപത്തിൽ ജോലി ചെയ്യാൻ ഒരുപക്ഷെ അവരുടെ വസ്ത്രം കുറച്ച് കയറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരൊറ്റ കയറ്റം എങ്ങോട്ടേക്കായിരിക്കും? നേരെ അടുക്കളയിലേക്ക്. നോക്കൂ സഹോദരങ്ങളെ, പണ്ട് കാലത്തൊക്കെ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. എത്രത്തോളം വീട്ടിലുള്ള ആളുകൾ വരെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഒരു ശബ്ദമുണ്ടാക്കിയിട്ടാണ് കയറാറുള്ളത്. സലാം പറയും എന്ന രൂപത്തിൽ ശബ്ദമുണ്ടാക്കും. എന്തിനാണത്? സ്വന്തം ഉമ്മയോ അല്ലെങ്കിൽ സ്വന്തം പെങ്ങളോ ഈ രൂപത്തിൽ വസ്ത്രം നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത രൂപത്തിലാണ് ഉള്ളത് എങ്കിൽ അതൊന്ന് ശരിയാക്കിക്കോട്ടെ എന്ന രൂപത്തിൽ. എന്നാൽ സഹോദരങ്ങളെ, കാലങ്ങൾ കഴിഞ്ഞ് അദബുകൾ അതില്ലാതായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ലി കുല്ലി ദീനിൻ ഖുലുഖൻ. എല്ലാ സമുദായത്തിനും എല്ലാ ദീനിനും എന്തുണ്ട്? ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? അത് ലജ്ജയാണ്. നമ്മൾ ഈ രൂപത്തിൽ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായാൽ കൂടി നമ്മൾ കയറുമ്പോൾ നമുക്കൊരു ലജ്ജ ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരുടെയോ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തത് വല്ലതും കണ്ടുപോയാലോ? അതുകൊണ്ട് നമ്മൾ ഈ ഒരു അദബ് അത് പാലിക്കണം. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ കാന യദ്ഖുലു അലാ അഹ്ലി ഇല്ലാ മഈ. എന്നോടൊപ്പം അല്ലാതെ ഒരിക്കലും സഫ്വാൻ എൻ്റെ കുടുംബത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാറില്ല. ഫഖാമ സഅദ് ഇബ്നു മുആദ് ഫഖാല യാ റസൂലല്ലാഹ് അന വല്ലാഹി അഅ്ദിറുക മിൻഹു ഇൻ കാന മിനൽ ഔസി ളറബ്ന ഉനുഖഹ്. ഈ പറയപ്പെടുന്ന വ്യക്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഈ പറയപ്പെടുന്ന വ്യക്തി നമ്മുടെ ഔസ് ഗോത്രത്തിലുള്ള ആളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അവൻ്റെ പെരടി വെട്ടാം. ഇനി അവർ ഖസ്റജ് ഗോത്രത്തിലുള്ള ആളാണെങ്കിലോ അവനെ ഞാൻ എന്ത് ചെയ്യാം? നമ്മുടെ മറ്റ് സഹോദരങ്ങളോട് കൂടി ആലോചിച്ച് അവൻ്റെ കാര്യം നമുക്ക് തീരുമാനമാക്കാം. ഇങ്ങനെ എന്തുണ്ടായി സഹോദരങ്ങളെ? ഈ ഖസ്റജ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഗോത്രത്തിൽ നിന്നൊരാളെയും തൊടാൻ സമ്മതിക്കൂല. ഇത് പണ്ട് കാലത്തുണ്ടായിരുന്നതാണ്. ഗോത്രങ്ങൾ തമ്മിൽ ആ രൂപത്തിലുള്ള ഒരു കെട്ടുറപ്പ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിമീങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാണ്? പ്രയാസത്തിൽ. ഇതൊക്കെ ഇവൻ്റെ ഉദ്ദേശമായിരുന്നു. മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റണം. മുനാഫിഖീങ്ങൾ എന്നും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിൽ തെറ്റണം എന്നുള്ളത്. അവരുടെ ഐക്യം അതുപോലെ നമ്മുടെ ശത്രുക്കളെ പ്രയാസപ്പെടുത്തുന്ന മറ്റൊരു കാര്യവുമില്ല. ചില ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണ്?
മുസ്ലിമീങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം എന്താണ്? അവർ ഒരു സഫിൽ ഒരുമിച്ച് നിസ്കരിക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ് എന്നുള്ളതാണ്. അവർ ഒരു സഫിൽ ഒരുമിച്ച് നിസ്കരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമാണ്. എന്താണ് സഹോദരങ്ങൾ അങ്ങനെ പറയാനുള്ള കാര്യം? വലിയവനെന്നോ ചെറിയവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നീളമുള്ളവനോ കുറുന്നവനോ എന്നൊന്നുമില്ലാതെ ഒരൊറ്റ സഫിൽ അണിനിരക്കുന്നത് കാണുമ്പോൾ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾക്കുണ്ടാകുന്ന പ്രയാസം അത് കഠിനമാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രോഗം കഠിനമാവുകയും പ്രയാസത്തിന് മുകളിൽ പ്രയാസം ഉണ്ടാകുന്ന വേളയിലും നിസ്കരിക്കാൻ സാധിക്കാതെ വീട്ടിൽ കിടക്കുന്ന വേളയിൽ അവിടുത്തെ വിരി മാറ്റി സഹാബത്തിനെ നോക്കി ചിരിച്ചത് എന്തിനാണ്? അവിടുന്ന് അവർ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉണ്ടാക്കിയെടുത്ത ഉമ്മത്ത് ആ രൂപത്തിലായി. എന്തായിരുന്നു സഹാബത്തിൻ്റെ ജാഹിലിയ കാലഘട്ടം? അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും മാസങ്ങളും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? തോളോട് തോള് ചേർത്തുകൊണ്ട്, കാലോട് കാല് ചേർത്തുകൊണ്ട്, ഒറ്റ ഒരു കെട്ടിടം പോലെ അവർ ഒരുമിച്ച് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്ത് കാര്യത്തിനാണോ അയച്ചത് ആ ഒരു കാര്യം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ മുനാഫിഖായ അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ ലഅനഹുല്ലാ അവൻ ആഗ്രഹിച്ച കാര്യം അത് നടക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊടുന്നനെ തന്നെ മിമ്പറിൽ കയറിക്കൊണ്ട് എല്ലാവരോടും മുണ്ടാതിരിക്കാൻ പറഞ്ഞു. വസകത് വബഖൈതു യൗമി ലാ യർഖഉ ലി ദംഉൻ വലാ അക്തഹിലു ബിനൗം. അങ്ങനെ എല്ലാവരും മിണ്ടാതിരിക്കുകയും അവിടുന്ന് പിരിഞ്ഞു പോവുകയും അന്ന് രാത്രിയും എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് ഇതാ തുടരെ തുടരെ കണ്ണുനീർ വരികയാണ്. അന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ആലോചിച്ച് നോക്കണം ആ പ്രയാസം. ഒരാളും സത്യപ്പെടുത്താനില്ലാതെ, ഒരാൾ പോലും നീ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പോലും പറയുന്നില്ല. ആലോചിച്ച് നോക്കണം. ചെറിയ പ്രായവും ആ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കണം. അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു പോവുകയാണ്. فأصبح عندي أبواي وقد بكيت ليلتين ويوما حتى أظن أن البكاء فالق كبدي. എത്രത്തോളം? 2 രാത്രി കഴിഞ്ഞു, ഒരു ദിവസവും കഴിഞ്ഞു. ഞാൻ കരുതിപ്പോയി ഇനി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയില്ല. അത്രയും ഞാൻ കരച്ചിലാണ്. ഞാൻ ധാരാളമായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഖുൽതു ഫബൈനഹുമാ ജാലിസാനി ഇൻദി വഅന അബ്കി ഇദ് ഇസ്തഅദൻതി ഇംറഅത്തുൻ മിനൽ അൻസാർ ഫഅദിൻതു ലഹാ ഫജലസത് തബ്കി മഈ. അവിടുന്ന് പറയുകയാണ്, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ എന്നോട് അനുമതി ചോദിക്കുകയാണ് എൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കാൻ. ഞാൻ എന്ത് ചെയ്തു? അവർക്ക് അനുമതി നൽകി. എന്നോടൊരു വാക്കുപോലും എൻ്റെ ഓടൊപ്പം ഇരുന്ന് ആ അൻസാരിയായ സ്ത്രീ എന്ത് ചെയ്യാണ്? കരയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ പറഞ്ഞു. ഈ സ്ത്രീയെക്കുറിച്ച് ഇവിടെ പറയേണ്ട വല്ല കാര്യവുമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞത്? ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് വല്ല ഫായതയുമുണ്ടോ? ഒരു അൻസാരിയായ സ്ത്രീ എൻ്റെ അടുക്കലേക്ക് വന്നു, എന്നിട്ട് എന്നോട് അനുമതി ചോദിച്ചു, എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ കരഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം? ഉലമാക്കൾ പറഞ്ഞതായി കാണാം, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളോട് വന്ന് ഒരാശ്വാസവാക്ക് പറയുന്നയാളെ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. നമുക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ സാരമില്ലടാ, ഇൻഷാ അല്ലാഹ് ശരിയാകും, അള്ളാഹുവിൻ്റെ ഖദറാണ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ മറക്കില്ല. ആലോചിച്ച് നോക്കണം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു പ്രയാസമാണിത്. ആ സമയത്ത് പോലും ഈ അൻസാരിയായ സ്ത്രീയെ ആലോചിക്കണമെങ്കിൽ ആ ഒരൊറ്റ കരച്ചിൽ, കൂടെ ഇരുന്ന് ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ആ ഒരു സങ്കടത്തിൽ പങ്കെടുത്തു എന്ന ആ ഒരു കാര്യം എന്ത് ചെയ്യാണ്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, മുസ്ലിമായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്കൊരു പ്രയാസമുണ്ടായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസത്തിന് മുകളിൽ പ്രയാസം ഉണ്ടാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് കാര്യങ്ങൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക? അവരോട് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഖദറിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഈ രൂപത്തിൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്താണ്? ഏത് രോഗമാണോ ഇയാൾക്ക് ബാധിച്ചിരിക്കുന്നത്, എന്നിട്ട് ആ രോഗം കാരണത്താൽ മരിച്ചുപോയ ആളെ കഥ ആരുടെ മുന്നിൽ വെച്ച് പറയും? ഈ രോഗമുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ രോഗത്തിന് മുകളിൽ രോഗം വരിക എന്നല്ലാതെ ഈ കൂട്ടം ആളുകളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് സമാധാനം വരിക? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കണമെന്ന് പറയാനുള്ള കാരണം? അവർക്ക് ആളുകളെ കണ്ടാൽ ഒരു സമാധാനമാണ്, അവരുടെ നല്ല വാക്കുകൾ കേട്ടാൽ ഒരു സമാധാനമാണ്. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ പോയി നമ്മളെ വീട്ടിലെ ഇന്നയാൾ മരിച്ചത് ഈ രോഗം വന്നിട്ട് എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ?
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദാബുകൾ പഠിച്ചെടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്തിനാണ് നമ്മൾ തലബുൽ ഇൽമ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ദീൻ പഠിക്കാൻ വരുന്ന ആളുകൾ വളരെ വിരളം ആളുകൾ മാത്രമാണ്. ധാരാളം ആളുകൾ വരുന്നത് എന്തിനാണ്? അദ്ദേഹത്തിൽ നിന്നും അദബ് പഠിക്കാനും എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കി പഠിക്കാനാണ്. അപ്പം അദബിൻ്റെ വിഷയത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനേ പാടില്ല. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. പറഞ്ഞു വന്നത്, പ്രയാസമുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ സമാധാനത്തിൻ്റെ വലോ ബിഷിക്ക് തമ്രത്തിൻ വലോ ബിക്കലിമത്തിൻ ത്വയ്യിബ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങൾ നരകത്തെ തൊട്ട് നിങ്ങളെ തന്നെ കാക്കണം. ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊണ്ടെങ്കിലും, അതല്ല എങ്കിൽ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും. ഒരാൾക്ക് നമ്മൾ ഒന്നുമില്ലടാ എന്ന് പറഞ്ഞാൽ തന്നെ മതിയാവുന്നതാണ്, അതല്ലെങ്കിൽ ഒരു പുഞ്ചിരി മതിയാകുന്നതാണ്. അതിനാൽ സഹോദരങ്ങളെ, ഇത് വലിയൊരു ഇബാദത്താണ്. ഇദ്ഖാലു സുറൂർ, നമ്മുടെ മുഅ്മിനായ മുസ്ലിമായ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സന്തോഷം നിറക്കുക എന്നുള്ളത് ഇബാദത്താണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന ഇബാദത്താണ്. അങ്ങനെ സഹോദരങ്ങളെ, ആ സ്ത്രീ അവരുടെ അടുക്കൽ അനുമതി ചോദിച്ച് അവിടുന്ന് കരയുകയാണ്. ഫബൈന നഹ്നു കദാലിക ഇദ് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജലസ്. അങ്ങനെ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു, നമ്മുടെ അടുക്കൽ വന്നിരുന്ന് ഇങ്ങനെ കരയുകയാണ്. അവിടെ വന്നിരുന്നു. വലം യജ്ലിസ് ഇൻദി മിൻ യൗമിൻ ഖീല ഫിയ മാ ഖീല ഖബ്ലഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഇത് പറയപ്പെട്ടതിന് ശേഷം എൻ്റെ അടുക്കൽ വന്നിരുന്നിട്ടില്ല. വഖദ് മകസ ശഹറൻ ലാ യുഹാ ഇലൈഹി ഫീ ശഅനി ഷൈ. ഒരു മാസമായിട്ടും എൻ്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വഹി പോലും ഇറങ്ങിയിട്ടില്ല. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫതശഹദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹാദത്ത് ചൊല്ലി. സുമ്മ ഖാല യാ ആയിഷ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലയോ ആയിഷ, ഫഇന്നഹു ബലഗനി അൻകി കദാ വകദാ. ആയിഷ, നിന്നെക്കുറിച്ച് ഇന്ന വാർത്തകൾ എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് റസൂൽ സംസാരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയോട്. അതല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, റസൂലിനോട് ചോദിച്ചിട്ടില്ല. ആര് മുഖേനയാണ് മനസ്സിലാക്കുന്നത്? ഉപ്പ മുഖേന, ഉമ്മ മുഖേന, ഉമ്മു മിസ്തഹ് മുഖേന പുറമെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പറയുകയാണ്, നിന്നിൽ നിന്ന് ഇന്ന വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഫഇൻ കുൻതി ബരീഅതൻ ഫസയുബരിഉകില്ലാ. നീ നിരപരാധിയാണ് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും. വഇൻ കുൻതി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ വതൂബി ഇലൈഹി. ഇനി നീ തിന്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ റബ്ബിനോട് തൗബ ചെയ്യുക, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്ന് റസൂൽ പറഞ്ഞു. ഫഇന്നൽ അബ്ദ ഇദാ അഅ്തറഫ ബിദംബിഹി സുമ്മ താബ താബല്ലാഹു അലൈഹി. ആരെങ്കിലും അവൻ ചെയ്ത തിന്മ മനസ്സിലാക്കുകയും എന്നിട്ട് അള്ളാഹുവോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ അള്ളാഹു അവനിലേക്ക് മടങ്ങും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രതീക്ഷ നൽകുകയാണ്. ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഒരാൾ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അടുക്കൽ പോയി ഇനി നിനക്ക് ഒരു കാര്യവുമില്ല എന്നല്ല പറയേണ്ടത്. ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ നിരാശനാകാൻ പാടില്ല എന്ന കാരുണ്യത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിലൊക്കെ നമുക്ക് വലിയ വലിയ പാഠങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് കാര്യം പറഞ്ഞു. ഒന്നെങ്കിൽ നിൻ്റെ നിരപരാധിത്വം റബ്ബ് തെളിയിക്കും, നീ നിരപരാധിയാണ് എങ്കിൽ. അതല്ല വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നീ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒരടിമ തിന്മ മനസ്സിലാക്കുകയും റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ റബ്ബ് അവനിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞു. ഫലമ്മ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഖാലത ഖാലസ ദംഇ ഹത്താ മാ ഉഹിസ്സു മിൻഹു ഖത്റ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഈ സംസാരം പറഞ്ഞ് അവിടുന്ന് അവസാനിപ്പിച്ചപ്പോൾ പിന്നീട് എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും കരുതുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ സംസാരിക്കുമെന്നുള്ളത്. ഇത് കേട്ടപ്പോൾ നമുക്കുമറിയാം, നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ വല്ല വാർത്തയും വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്റ്റക്കായി പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസമാകും. അവിടുന്ന് പറയുകയാണ്, എൻ്റെ കണ്ണിൽ നിന്ന് പിന്നെ ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വരുന്നില്ല. വഖുൽതു ലി അബി അജിബ് അന്നി റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വല്ലാഹി മാ അദ്രി മാ അഖൂലു ലി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളൊന്ന് സംസാരിക്ക് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന കാര്യം എന്താണ്? എനിക്കറിയില്ല എന്താണ് പറയേണ്ടത് എന്നുള്ളത്. എനിക്കറിയില്ല ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറയുമെന്നുള്ളത്. ഫഖുൽതു ലി ഉമ്മി അജീബി അന്നി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ഖാലത് വല്ലാഹി മാ അദ്രി മാ അഖൂലു ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഉമ്മയും പറയുകയാണ്, എനിക്കറിയില്ല എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയേണ്ടത്. നോക്കൂ സഹോദരങ്ങൾ, എത്ര മനോഹരമായ അദബാണിത്. നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആരെങ്കിലും വന്ന് ഒരു പരാതി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? എൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. അത് ആലോചിച്ച് നോക്കണം. നമ്മൾ പലരും പറയുന്ന കാര്യം അതാണ് ഒരു പക്ഷേ നമ്മുടെ മക്കൾ വഷളാകാനുള്ള കാരണം. ആ വന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷേ സത്യസന്ധമായി പറഞ്ഞതായിരിക്കും. നിങ്ങളുടെ മകളിൽ നിന്ന് ഇന്ന കാര്യം കണ്ടിട്ടുണ്ട്, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പക്ഷേ നമ്മുടെ മക്കളുടെ നാശത്തിൻ്റെ തുടക്കമായിരിക്കും. ഇത് പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും പൊടുന്നനെ തന്നെ മകനെ പ്രയാസപ്പെടുത്തണം എന്നുള്ളതല്ല. ഹിക്മത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാര്യങ്ങൾ നമ്മൾ ഏത് വിഷയവും, എത്രയോ ഫവായിദുകൾ ഉലമാക്കൾ എണ്ണി പറയുന്ന ഒരു ഹദീസാണിത്, അല്ലെങ്കിൽ ഒരു സംഭവമാണിത്. ഇവിടുന്ന് പറയുകയാണ്, എനിക്കറിയില്ല എന്ത് പറയണം. മറ്റൊരു റിവായത്തിൽ വന്നതായി കാണാം, ഏത് ഭൂമിയാണ് എന്നെ വഹിക്കുക, ഏത് ആകാശമാണ് എനിക്ക് തണലേകുക, എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതാണ് സഹോദരങ്ങളെ അവർ കാണിച്ച ആ ഒരു നിലപാട്. അങ്ങനെ ഖാലത്ത് വാന ജാരിയത്തുൻ ഹദീസത്തു സിൻ പറഞ്ഞതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ പ്രായമുള്ളത് കൊണ്ട് തന്നെ ലാ അഖ്റഉ കസീറൻ മിനൽ ഖുർആൻ, ഞാൻ ഖുർആനിൽ നിന്ന് ധാരാളം പാരായണം ചെയ്തിട്ടൊന്നുമില്ല. ഫഖുൽതു ഇന്നി വല്ലാഹി ലഖദ് അലിംതു അന്നകും സമിഅ്തു മാ യതഹദ്ദസു ബിഹി നാസ് വവഖറ ഫി അൻഫുസികും വസദഖ്തും ബിഹി. ജനങ്ങൾ പറയുന്ന കാര്യം അത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെല്ലാവരും സത്യപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വലഇൻ ഖുൽതു ലക്കും ഇന്നി ബരീഅ വല്ലാഹു യഅലമു ഇന്നി ലബരീഅ ലാ തുസദ്ദിഖൂനി ബിദാലിക്. ഞാൻ നിങ്ങളോട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനറിയാം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഇനി ഞാൻ നിങ്ങളോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാരും എന്നെ സത്യപ്പെടുത്താൻ പോകുന്നില്ല. വലഇൻ അഅ്തറഫ്തു ലക്കും ബിഅംരിൻ വല്ലാഹു യഅലമു അന്നി ബരീഅ ലാ തുസദ്ദിഖൂനി. ഇനി നിങ്ങൾ ഈ സത്യപ്പെടുത്തിയ കാര്യമുണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് അംഗീകരിച്ച് തരികയാണെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. അത് ആവർത്തിച്ച് പറയുകയാണ്, റബ്ബിനറിയാം എന്ന് പറയുകയാണ്. ഞാൻ അത് അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളത് സത്യപ്പെടുത്തും എന്ന് പറയണം. വല്ലാഹി മാ അജിദു ലി വലക്കും മസലൻ ഇല്ലാ അബാ യൂസുഫ ഇദ് ഖാൽ ഫസബ്റുൻ ജമീലുൻ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അവിടുന്ന് പറയുകയാണ്, എനിക്ക് ഇവിടെ ഉദാഹരണമായി പാരായണം ചെയ്യാനുള്ളത് അബൂ യൂസുഫ് പാരായണം ചെയ്ത കാര്യമാണ്. ആരാണ് അബൂ യൂസുഫ്? ആരാണ്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ഉലമാക്കൾ പറഞ്ഞതായി കാണാം, അത്രയും ചെറിയ പ്രായമായതിനാൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് പറയാൻ സാധിക്കുന്നില്ല. അവിടുന്ന് എന്താ പറയുന്നത്? അബൂ യൂസുഫ് എന്നാണ് പറഞ്ഞത്. അത്രയും ചെറിയ പ്രായമാണ്, അതിനാൽ തന്നെ പേര് പറയാൻ സാധിക്കുന്നില്ല. എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്? ഫസബ്റുൻ ജമീൽ, ഭംഗിയായ ക്ഷമ അവലംബിക്കുക. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അവർ പറയുന്ന ആരോപണങ്ങളിൽ റബ്ബിനോടാണ് നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളത് എന്ന അർത്ഥത്തിൽ പറഞ്ഞ ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പാരായണം ചെയ്തു. സുമ്മ തഹവ്വൽതു അലാ ഫിറാശി വഅന അർജു അൻ യുബർരിഅനില്ലാഹ്. ഇതാണ് ഒരു മുഅ്മിന്റെ പ്രതീക്ഷ. അവിടുന്ന് പറയണം, ഞാൻ പിന്നീട് അവിടുന്ന് എഴുന്നേറ്റ് മാറിപ്പോയി എൻ്റെ കിടക്കയിലേക്ക് പോയി കിടന്നു. എനിക്കറിയാം റബ്ബൻ്റെ സത്യസന്ധത പുറത്തേക്ക് കാണിക്കുമെന്നുള്ളത്. വലാകിൻ വല്ലാഹി മാ വനൻതു അൻ യുൻസില ഫീ ശഅനി വഹ്യാ. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ വിഷയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വഹി ഇറക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വല അന അഹ്ഖറു ഫീ നഫ്സി മിൻ അൻ യുതകല്ലമ ബിൽ ഖുർആൻ ഫീ അംരി. ഞാൻ എന്നെ തന്നെ സ്വയം കണ്ടിരുന്നത് അത്രയും ചെറിയ താഴെത്തട്ടിലാണ്. ഇതാണ് സഹോദരങ്ങളെ വിനയം. ഇതിനാണ് വിനയം എന്ന് പറയുക. ആലോചിച്ച് നോക്ക്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തത്തെ കണ്ടത് എങ്ങനെയായിരുന്നു? ഞാൻ താഴെത്തട്ടിലാണ് എന്നെ കണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ വിഷയത്തിൽ ഖുർആനിൽ വഹി ഇറക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഉലമാക്കൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിനയമുള്ളവർക്കാണ് സഹോദരങ്ങളെ ദീനിൽ എല്ലാവിധ ഖൈറാത്തുകളും ലഭിക്കുക.
അതുമാത്രമല്ല, നമുക്കിനി അറിവുകൾ വർദ്ധിക്കുകയാണ് എങ്കിലും നമ്മൾ വിനയമുള്ളവരാകണം. പൊതുവെ പറയപ്പെടാറില്ലേ, നല്ല ഫലമുള്ള വൃക്ഷങ്ങൾ അതിൻ്റെ ചില്ലകൾ എങ്ങനെയായിരിക്കും? താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. അഥവാ എന്തെങ്കിലുമുള്ള ആളുകൾ, എന്തെങ്കിലും അള്ളാഹിൻ്റെ ദീൻ പഠിച്ച ആളുകൾക്ക് വിനയം കാണിക്കാനുള്ള തൗഫീഖ് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഒന്നോ രണ്ടോ വരി പഠിച്ച് മനസ്സിലാക്കി എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നീട് അഹങ്കാരമായിരിക്കും അവരുടെ അവസ്ഥ. ആരെ കണ്ടാലും പുച്ഛം, ആരെ കണ്ടാലും ഞാനാണ് ഏറ്റവും വലിയവൻ, നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരുവനിൽ നിന്ന് വരുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക, അതവൻ്റെ കിബറിൻ്റെ അടയാളമാണ്. ഉലമാക്കൾ ഏതാളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള ആളുകളെ അവരെക്കാൾ വലിയ രൂപത്തിലാണ് കണ്ടിരുന്നത്. ആ രൂപത്തിലാണ് ഉലമാക്കൾ അവർ പറയുന്നതായി നമുക്ക് കാണാനും സാധിക്കുക. അവിടുന്ന് പറഞ്ഞ കാര്യം നോക്കൂ, ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ വിഷയത്തിൽ ഖുർആനിൽ ആയത്തിറക്കുമെന്ന്. വലാകിന്നി കുൻതു അർജു അൻ യറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി നൗമി റുഅയ യുബർരിഉനില്ലാ. ഞാൻ കരുതിയിരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ എന്തെങ്കിലും സ്വപ്നം കാണിച്ചുകൊണ്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര വലിയ വിനയമാണിത്. അവിടുന്ന് ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, ഫവല്ലാഹി മാ റാമ മജ്ലിസഹു വലാ ഖറജ അഹദും മിൻ അഹ്ലിൽ ബൈത്ത്. റസൂൽ ആ സംഭവം അല്ലെങ്കിൽ ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഒരാളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഹത്ത ഉൻസില അലൈഹിൽ വഹ്യു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ അതാ വഹി ഇറങ്ങുകയാണ്. ഫഅഖദഹു മാ കാന യഅഖുദുഹു മിനൽ ബുറഹാ ഹത്ത ഇന്നഹു ലയതഹദ്ദറു മിൻഹു മിസ്ലൽ ജുമാനി മിനൽ അറഖി ഫീ യൗമിൻ ഷാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുമ്പോൾ പൊതുവെ ധാരാളമായി ഇങ്ങനെ വിയർപ്പുകൾ ഒഴുകും. ഏത് രൂപത്തിൽ? പവിഴം കണക്കേ ഉള്ള വലിയ വലിയ വിയർപ്പിൻ്റെ തുള്ളികൾ. അത് ഫി യൗമിൻ ഷാത്ത്, നല്ല തണുത്ത ദിവസങ്ങളിലാണെങ്കിലും റസൂലിന് വഹി ഇറങ്ങുന്നത് എങ്കിൽ കൂടി ആ ഒരു വഹീൻ്റെ ബലം കാരണത്താൽ, അതിൻ്റെ വെയിറ്റ് കാരണത്താൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിയർപ്പ് ഒഴുകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താണ് വഹിയെക്കുറിച്ച് പറഞ്ഞത്? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. ഭാരമുള്ളൊരു വാക്ക് നിനക്ക് നൽകപ്പെടും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ റസൂലിന് ഇതാ വഹി ഇറങ്ങുകയാണ്. ഫലമ്മ സുർരിയ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യദ്ഹക്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുകയാണ്. ഫകാന അവ്വല കലിമത്തിൻ തകല്ലമ ബിഹാ അൻ ഖാല ലി യാ ആയിഷ ഇഹ്മദില്ലാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അല്ലയോ ആയിഷ, നീ റബ്ബിനെ സ്തുതിക്കുക, ഇഹ്മദില്ലാ. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇതിലും നമുക്കൊരു വലിയ അദബ് പഠിക്കാനുണ്ട്. ആർക്കെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണെങ്കിൽ പൊടുന്നനെ പറയാതിരിക്കണം, പൊടുന്നനെ കാര്യം പറയാതിരിക്കണം എന്നുള്ളത്. കാരണം അമിതമായ സന്തോഷം ഒരുപക്ഷെ ഒരാൾക്ക് പ്രയാസമുണ്ടാക്കും. അമിതമായ സന്തോഷം നമുക്കറിയാം, ഇന്ന് കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണെന്ത്? ചില മക്കളോ അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാരോ, അത് ശർഈയായി വളരെ തെറ്റുള്ള കാര്യമാണ്, സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? വീട്ടിൽ പൊടുന്നനങ്ങ് പ്രത്യക്ഷപ്പെടും. ഇവരെ പെട്ടെന്ന് കാണുമ്പോൾ സന്തോഷം കാരണത്താൽ ഇവരെന്ത് ചെയ്യാണ്? നിലത്തേക്ക് വീഴുകയാണ്. പെട്ടെന്ന് കാണുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? അത് വിശ്വസിക്കാൻ പറ്റാതെ അവർ നിലത്തേക്ക് വീഴുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നത്, അത് ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ വരുന്നതിന് മുൻപേ ഭാര്യയെ ദീർഘകാല യാത്രയാണെങ്കിൽ അറിയിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഏത് വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഈ ദീൻ അത് ഹക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെ പെരുമാറണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറഞ്ഞതായി കാണാം, ഇസ്ലാമിൻ്റെ മഹാസിനുകൾ, നന്മകൾ ആളുകൾക്ക് യഥാവണ്ണം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുമെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദീൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ്, പറയുന്നത് ഞാനടക്കം. അതാണ് നമ്മുടെ പോരായ്മ. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ യഥാവണ്ണം ഇസ്ലാം ഒരാളുടെ ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കി ജീവിക്കുകയാണെങ്കിൽ അവനും നന്മയാണ്, അവന് ചുറ്റുമുള്ള ആളുകൾക്കും നന്മയാണ്. പക്ഷേ നമ്മുടെ കുഴപ്പം എന്തെന്നാൽ ഈ രൂപത്തിൽ ദീൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല
അധികമായി ദീൻ പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് പറയുകയാണ്, ഇഹ്മദില്ലാ ഫഖദ് ബറഅകില്ലാ, നീ റബ്ബിനെ സ്തുതിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വം ഇതാ തെളിയിച്ചിരിക്കുന്നു. ഫഖുൽതു ലി ഉമ്മി ഫഖാലത് ലി ഉമ്മി, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഖൂമി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ലാ വല്ലാഹി ലാ അഖൂമു ഇലൈഹി. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ചെല്ലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ല്, സന്തോഷ വാർത്ത പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലാ വല്ലാഹി ലാ അഖൂമു ഇലൈഹി, ഞാൻ എന്ത് ചെയ്യില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് പോവുകയില്ല. വല അഹ്മദു ഇല്ലല്ലാഹ്, ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമാണ് സ്തുതിക്കുക. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബുകേടല്ല. നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഭർത്താവ് അത് അംഗീകരിക്കുകയാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാർ പെട്ടെന്ന് നമ്മുടെ അടുക്കലേക്ക് വരുമോ? ഇല്ല. അവരെന്ത് ചെയ്യും? കുറച്ചൊന്ന് മാറിയിരുന്ന് കുറച്ചൊന്ന് ഡിമാൻഡ് കാണിക്കുമല്ലോ. ആ രൂപത്തിലുള്ള ഒരു കാര്യം മാത്രമാണ്, അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബുകേടല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ ഈ ഒരു സംഭവം പറഞ്ഞതായി കാണാം. അത് സ്വാഭാവികമായി അത്രയും ബന്ധമുള്ള ആളുകളാണ്. നമുക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. ആ രൂപത്തിൽ പറഞ്ഞതാണ്. അവിടുന്ന് പറയുകയാണ്, വല അഹ്മദു ഇല്ലല്ലാഹ് ഫഅൻസലല്ലാഹു തആല ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും الآيات فلما أنزل الله هذا في براءتي قال أبو بكر الصديق رضي الله عنه وكان ينفق على مستح بن أثاثة لقرابته منه والله لا أنفق على مستح شيئا أبدا. അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്ന മിസ്താഹ്, അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹവും ഈ പ്രചരണത്തിൽ കുടുങ്ങിയിരുന്നു, അഥവാ ഈ രൂപത്തിൽ സംസാരിച്ചിരുന്നു. അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാഹി ഇട്ടുകൊണ്ട് പറയാണ്, ഞാനിനി മിസ്താഹിന് ചെലവിന് കൊടുക്കില്ല. എൻ്റെ മകളെ പറ്റി ആ സമയത്താണ് പറയുന്നത്, എൻ്റെ മകളെ പറ്റി ദുരാരോപണം പറഞ്ഞു പരത്തി ഇവന് ഞാനിനി ചെലവിന് കൊടുക്കില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. എന്താണ് ആയത്ത്? അബൂബക്കർ സിദ്ദീഖ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ചെലവിന് കൊടുക്കരുത് എന്നാണോ? എന്താണ് ആയത്ത്? വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസഅതി അൻ യുഅ്തു ഇലാ ഖൗലിഹി ഗഫൂർ റഹീം. അഥവാ എന്താണ് സഹോദരങ്ങളെ ആയത്ത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠരായ ആളുകൾ ഈ രൂപത്തിൽ പറയാൻ പാടില്ല. ആലോചിച്ച് നോക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയോടുള്ള കാരുണ്യമാണ് ഇത് നമുക്ക് അറിയിച്ചു തരുന്നത്. മിസ്താഹ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ പറ്റി പറയുകയാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെക്കുറിച്ചാണ് ആരോപണം പറഞ്ഞത്. എന്നിട്ട് കൂടി റബ്ബിൻ്റെ കാരുണ്യം നോക്കൂ, എന്താണ് പറഞ്ഞത്? ഈ രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ചോദിക്കുന്നുണ്ട് ആയത്തിൽ, അലാ തുഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലക്കും, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന ആയത്ത്. ആ ആയത്ത് കേട്ടപ്പോൾ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അവിടുന്ന് പറയുകയാണ്, ബല വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി ഫറജഅ ഇലാ മിസ്തഹിൻ അല്ലദീ കാന യുജ്രി അലൈഹി വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാക്ക് എന്താണ്? അള്ളാഹുവിൻ്റെ ഒറ്റ വാക്കാണ്. നിങ്ങൾ പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖിന് അത് മതി. അള്ളാഹുവിൻ്റെ വാക്ക് സഹാബത്തിനുണ്ടാക്കിയ മാറ്റം ഇതാണ്. ഇതാണ് ഖുർആൻ സഹാബത്തിനുണ്ടാക്കിയെടുത്ത മാറ്റം. നമ്മൾ പാരായണം ചെയ്യുന്ന അതേ ഖുർആൻ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് മാറ്റമില്ല? നമ്മൾ ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ബല വല്ലാഹ് എനിക്കിഷ്ടമാണ് റബ്ബ് പുറത്തു തരാൻ, ഞാൻ ചെലവിന് കൊടുത്തോളാം, ഖിയാമത്ത് അവൻ്റെ മരണം വരെ ഞാൻ ചെലവിന് കൊടുത്തോളാം എന്ന് അബൂബക്കർ സിദ്ദീഖ് പറയാണ്. അള്ളാഹുവിൻ്റെ ഒരൊറ്റ വാക്ക്. എത്ര ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു. എന്തേ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമില്ലാത്തത്? എന്തേ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്തത്? എന്തേ ആളുകളോട് പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം നമുക്കില്ലാത്തത്? ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരൊറ്റ ആയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആരെപ്പറ്റിയാണ് പറയുന്നത്? സ്വന്തം മകളെ പറ്റി. ആ പറഞ്ഞ ആളിന് റബ്ബ് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് ചെയ്തോളാം, എനിക്ക് കൊടുത്തോളാം എന്ന് പറയുകയാണ്. അതിനുശേഷം സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? യസ്അലു സൈനബ് ബിൻത് ജഹ്ഷിൻ അൻ അംരി. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയോട് എന്നെ പറ്റി ചോദിച്ചിരുന്നു. ഫഖാല യാ സൈനബ് മാ അലിംതി മാ റഅയ്തി, നിനക്ക് ആയിഷയെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം? നീ എങ്ങനെയാണ് അവളെ കാണുന്നത്? വകാന റസൂലുള്ളാഹി യാ റസൂലല്ലാഹ് അഹ്മി സമഇ വ ബസരി, റസൂലേ ഞാൻ എൻ്റെ കണ്ണിനെയും കാതിനെയും സംരക്ഷിക്കട്ടെ. വല്ലാഹി മാ അലിംതു അലൈഹ ഇല്ലാ ഖൈറാ,
റസൂലേ, എനിക്ക് അവളെക്കുറിച്ച് നല്ലതല്ലാതെ മറ്റൊന്നും അറിയില്ല. അടുത്ത വാക്കാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. വഹിയല്ലത്തി കാനത് തുസാമീനി ഫഅസമഹ അല്ലാഹു ബിൽ വറ. സൈനബ് റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ തമ്മിൽ ചില വാക്ക് തർക്കങ്ങളും ചില പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, സൈനബ് റളിയല്ലാഹു അൻഹയുടെ ആ ഒരു അദബ്. അവിടുന്ന് വേണമെങ്കിൽ പറയാം, റസൂൽ ഞങ്ങളോട് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു, ഇപ്പോൾ എപ്പോഴും കുഴപ്പക്കാരത്തിയാണ്, എന്നോട് എപ്പോഴും ചൊറാക്കല, അല്ലെങ്കിൽ ആ രൂപത്തിൽ വേണമെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് പറയാമായിരുന്നു. പക്ഷേ നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ എൻ്റെ ചെവിയെയും കണ്ണിനെയും റസൂലെ എൻ്റെ നാവിനെയും ഒക്കെ ഒന്ന് സംരക്ഷിക്കട്ടെ, എനിക്ക് അവരെക്കുറിച്ച് നല്ലതേ അറിയൂ എന്നാണ് പറയുന്നത്. എന്നാണ് സൈനബ് റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവമാണ്. ആരെക്കുറിച്ചും നമുക്ക് അവരോട് വൈരാഗ്യം തീർക്കാൻ പറ്റുന്ന അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കുക. അത് വലിയ തൗഫീഖ്, റബ്ബിൻ്റെ വലിയ തൗഫീഖാണ്. ഉമർ മൗലവി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരാൾ, എനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല, വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യാണ്? വരികയാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പോ മറ്റോ ലഭിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ അത് നിറവേറ്റപ്പെടുക. അദ്ദേഹം പക്ഷേ അവിടെ കാണിച്ച വലിയൊരു മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അദ്ദേഹം അവർക്ക് വിട്ടുവീഴ്ച നൽകി. പക്ഷേ അവിടെ റബ്ബിൻ്റെ ഫള് അവിടെ എടുത്തു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? റബ്ബിൻ്റെ തൗഫീഖിനാൽ എനിക്ക് അദ്ദേഹത്തോട് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അദബാണത്. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായാലും ഏതേത് കാര്യങ്ങളുണ്ടോ അതൊക്കെ റബ്ബിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് വലിയൊരു അദബാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, വിട്ടുവീഴ്ച മനോഭാവം എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഒരാൾക്ക് വിട്ടുവീഴ്ച കൊടുത്തു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇസ്സത്തിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഒരടിമക്ക് ഒരാൾ പുറത്തു കൊടുത്താൽ എന്തെങ്കിലും തമ്മിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്സത്ത് ഉയർത്തുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തമാശക്ക് പോലും കളവ് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതിനാൽ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ധാരാളം മര്യാദകൾ നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല ഷർറും തെറ്റുകളും വന്നുപോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.